ഇന്ന് കാണാനിടയുണ്ടായ ഒരു മനോഹരമായ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നടൻ നമ്മുടെ ആസിഫ് അലി പ്രോഗ്രാമിന്റെ ഇടയിൽ MVD ഉദ്യോഗസ്ഥരെല്ലാം കൂടെയുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ വന്നിരിക്കുന്ന ഒരു റീലായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു മാധ്യമ പ്രവർത്തക അദ്ദേഹത്തിന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വാഹനത്തിലെ കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നതിനെ പറ്റിയും വാഹനത്തിന്റെ മോഡിഫിക്കേഷനെതിരെയും അതേപോലെ ആക്സസറീസിന്റെ ഫിറ്റിംഗ്സിനെതിരെയൊക്കെയുള്ള ഒരു അതിന്റെ ആസിഫ് അലിയുടെ അഭിപ്രായം എന്ന് ചോദിക്കുന്ന സമയത്ത് ആസിഫ് അലി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലാണ് പലപ്പോഴും ആസിഫ് അലിയുടെ പല സമീപനങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ അദ്ദേഹം സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ചിരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, സർ, ഈ പറയുന്ന ആക്സസറീസ്, വാഹനത്തിൽ ഘടിപ്പിക്കാനുള്ള ആക്സസറീസ് ആയിക്കോട്ടെ, അലോയ് വീൽസ് ആയിക്കോട്ടെ, കൂളിംഗ് ഫിലിം ആയിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾ ആദ്യം ബാൻ ചെയ്യണം. ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്തില്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾ അത് വാങ്ങി ഒട്ടിക്കും. പിന്നീട് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ അത് നമ്മളെ പിടിച്ചിട്ട് ഫൈൻ ചെയ്യും, അത് വലിച്ചു കീറിക്കളയും. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആരംഭിക്കും. ഇപ്പൊ നമുക്കറിയാം, പുകയില ആരോഗ്യത്തിന് ഹാനികരം. പൊതുസ്ഥലങ്ങളിൽ നിന്ന് വലിച്ചാൽ പോലും പോലീസ് പിടിക്കുന്ന ഒരു സമയമാണ്. എങ്കിൽ അത് വിൽക്കുന്നതിനെ തടയാനായിട്ട് ഇവരെ കൊണ്ട് കഴിയുന്നില്ല. പോട്ടെ, ഇപ്പൊ ഈ പറയുന്ന വാഹനത്തിൽ ഘടിപ്പിക്കാനായിട്ടുള്ള ഓരോ സാധനത്തിനും അധികം നികുതി നമ്മൾ ഈടാക്കുന്നുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. അത് നമ്മൾ അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് പോലും അത് നമ്മുടെ വാഹനത്തിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആ സമയത്ത് വരെ ഒരു കുഴപ്പമില്ലാത്തൊരു സാധനം, അങ്ങനെ ഉണ്ടെങ്കിൽ അത് വിപണിയിലേക്ക് എത്തില്ല. അങ്ങനെയുള്ളൊരു സാധനം നമ്മുടെ വാഹനത്തിൽ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഫൈനായി നമ്മളെ വഴിയിൽ നിർത്തുന്നു, ചോദ്യം ചെയ്യുന്നു, എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പിഴ അടപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിനെതിരെ അല്ലെങ്കിൽ ആ ഒരു പ്രവണതയ്ക്കെതിരെയാണ് ആസിഫ് അലി സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അത് എന്ത് ക്ലിയർ ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും പറയാൻ ആഗ്രഹിച്ചിട്ടുള്ള വാക്കുകൾ അദ്ദേഹം നല്ല സൗമ്യമായ അല്ലെങ്കിൽ നല്ല സമീപനത്തോടു കൂടി ആ ഒരു കാര്യത്തെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് വലിയ കാര്യം. അതെല്ലാം കേട്ടുകൊണ്ട് MVD ഉദ്യോഗസ്ഥരും അടുത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മനോഹരമായ ഒരു വീഡിയോ. ഒരുപാട് നല്ല കാര്യങ്ങളോട് വണ്ടി ഓടിക്കുന്നുണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും MVDയിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇത്രയും കാലത്തെ? താങ്ക് യു. ഞങ്ങൾക്ക് എല്ലാവർക്കും MVDയോട് പറയാനുള്ളത്, ഇവിടെ വരുന്ന അലോയ് വീൽസ്, വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ്, കൂളിംഗ് ഫിലിം, ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ ഗവൺമെന്റിനോട് പറയണം. കാര്യം ഞങ്ങൾ ഈ കാശ് കൊടുത്ത് ഇത് മേടിച്ച് ഒട്ടിക്കുകയും നിങ്ങൾ റോഡിൽ വെച്ച് പബ്ലിക് അതെ, ഇതിവിടെ വിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത് മേടിച്ച് ഉപയോഗിക്കുന്നത്. ഇത് വിൽക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മേടിക്കില്ല. ഈ ഫിലിം ഞങ്ങൾ ഒട്ടിക്കില്ല. കാര്യം ചൂടുള്ളത് കൊണ്ട്, പ്രൈവസി പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പല സമയത്തും നമുക്ക് കൂളിംഗ് ഫിലിം ഒട്ടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരിക്കലും ഞാൻ നിങ്ങളെ മോശമാക്കി പറയുന്നതല്ല. ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോ റോട്ടിൽ നിന്ന് വെച്ച് അത് കീറി കളയുന്നതിനേക്കാൾ നല്ലത് അത് ഇവിടെ വിൽക്കാൻ സമ്മതിക്കാതിരിക്കുക, അല്ലേ? എന്ത് മനോഹരമായിട്ടാണ് ഈ ഒരു പ്രശ്നത്തെ പറ്റി അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്, അല്ലേ? എന്നിട്ട് അവരുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്, ഞാനത് ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്, അല്ലെങ്കിൽ ഞാനത് നിങ്ങളിപ്പോൾ നിൽക്കുന്നതുകൊണ്ട് പറഞ്ഞാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു വീഡിയോ. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ MVD സാറുമാർ നമ്മുടെ അടുത്തൊക്കെ പെരുമാറുമെന്ന് നമുക്ക് വിചാരിക്കാം, വിശ്വസിക്കാം. പിന്നെ തെറ്റുകൾ ഒരുപാട് നടക്കുന്നുണ്ട്, അതിനെയൊക്കെ എതിർക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഒരുപാട് പേര് ഇപ്പം കൂളിംഗ് ഫിലിം ഒട്ടിക്കാമെന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരു 10-15 കൂളിംഗ് ഫിലിമിന്റെ പവറുള്ള ഒരു സാധനം മേടിച്ചങ്ങ് ഒട്ടിക്കും. പിന്നെ അകത്തേക്കുള്ളതും പുറത്തേക്കുള്ളതും ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ വരുന്ന സമയത്താണ്, അതുമൂലമാണ് ചെറിയ രീതിയിലൊക്കെ വണ്ടിയിൽ കൂളിംഗ് ഫിലിം ഒട്ടിച്ച് പോകുന്നവർക്ക് വരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള കണ്ണാപ്പികൾ ഉള്ള സമയത്താണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഓർക്കുക. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു മെസ്സേജാണ് അത്. ആസിഫ് അലിയുടെ സൈഡിൽ നിന്ന് MVDക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ കാത്തിരിക്കുക.